ലമസ്ജിദുൻ നുസ്സിസ അലാ തഖ്വാ. അല്ലാഹു പറഞ്ഞ മസ്ജിദ് എന്നുള്ളത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അബദാ. വഅന്നൽ മസാജിദ് മസാജിദ് അല്ലാഹു പറഞ്ഞ വാക്കാണ്. ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ മസ്ജിദ്, അല്ലാഹുവിന്റെ മസ്ജിദ് അല്ലാഹു ഉപയോഗിക്കുന്ന വാക്കുകളാണ് പരിശുദ്ധ ഖുർആനിലൊക്കെ. മസ്ജിദ് മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞ ഭാഷാർത്ഥം എന്താണ്? ഇദാ ഉളിഅ ജബ്ഹതുഹു അലൽ അർള്, അവൻ ഭൂമിയിൽ അവൻ തല വെക്കുന്നതിനാണ് മസ്ജിദ് എന്ന് പറയാ. അതാണ് അതിന്റെ അർത്ഥം. നെറ്റിത്തടം കൊണ്ട് സമർപ്പിക്കുന്നതിന്. രണ്ടാമത് ശർഇൽ നമ്മൾ അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലം അതെവിടെ? ഭൂമി മുഴുവനും അള്ളാഹു നമുക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആല ചെയ്ത ഒരു നിഅമത്താണ്. നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് നമസ്കരിക്കാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജുഇലതി അൽ-അർളു മസ്ജിദൻ വ തഹൂറാ. ഞാൻ എവിടേക്ക് പോയാലും അല്ലാഹു ഭൂമി എനിക്ക് മസ്ജിദാക്കി തന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നിസ്കാര സമയമായോ? ഇവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. നിങ്ങൾ പ്രതിഷേധത്തിന് വേണ്ടി ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ പോയാൽ മുസല്ലയിട്ട് അവിടെ നിസ്കരിക്കാം. ഹൈവേ ബ്ലോക്ക് ചെയ്യാണോ? നിങ്ങൾ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. പമ്പിൽ കയറിയാൽ അവിടെ മുസല്ലയിട്ട് നിസ്കരിക്കാം. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഈ ആഖിർ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. ജുഇലതി ലി അൽ അർളു മസ്ജിദൻ വ തഹൂറാ. ഈ ഭൂമി അല്ലാഹു എനിക്ക് മസ്ജിദാക്കി ശുദ്ധമാക്കി വെടിപ്പാക്കി നൽകി. ഫഅയ്യുമാ റജുലിൻ അദ്റകതുഹു സ്വലാ. ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനോ സഹോദരിക്കോ നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽയുസല്ലി, അവൻ ആ മണ്ണിൽ നമസ്കരിച്ചു കൊള്ളട്ടെ. എവിടെയാണോ അവിടെ നമസ്കരിച്ചോളട്ടെ. അല്ല പള്ളി ഇങ്ങനെ പള്ളിയുടെ മിനാരം തിരക്കി ഇങ്ങനെ പോകണ്ട. പള്ളിയുടെ മിനാരം തിരക്കി ഇങ്ങനെ പോകണ്ട. പള്ളിയുടെ മിനാരം തിരക്കി പള്ളി കണ്ടില്ല, പള്ളി കണ്ടില്ല. അടാ അസർ ഇപ്പൊ ഖലാവു, ഇപ്പൊ ഖലാവു. 6:10 വാങ്ങ. അസർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല. ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അസർ നിസ്കരിച്ചില്ല. എന്തിനു ടെൻഷൻ അടിക്കണം? പള്ളി കാണണ്ട. നീ സൈഡിൽ വണ്ടി നിർത്ത്. നിന്റെ കയ്യിൽ ഇപ്പൊ ആധുനിക സംവിധാനങ്ങളുണ്ടല്ലോ, മൊബൈലൊക്കെ ഉണ്ടല്ലോ. ഖിബ്ല നിർണയിക്ക്, അവിടെ നിസ്കരിക്ക്. അതാ ഈമാന്റെ പവർ. അവിടെ നമസ്കരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിലെ നിസ്കാരം എന്ത് ഖലാക്കോ? നിസ്കാരം ഖലാകുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കണം അവിടെ. അതാണ് വേണ്ടത്. അല്ല സ്ഥലമില്ല, അത് വൃത്തികേടാ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഭൂമി നമുക്ക് വെടിപ്പാക്കി തന്നിട്ടുണ്ട്. ഇപ്പൊ വൃത്തികേടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പോയിട്ട് മലമൂത്രത്തിന്റെ മുകളിൽ നിസ്കരിക്കൂലല്ലോ. നമുക്ക് എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ നിസ്കരിക്കണം. ഖലാക്കാൻ പാടില്ല. ഇസ്ലാമിക നിയമം അതാണ്. ഫഅയ്യുമാ റജുലിൻ അദ്റകതുഹു സ്വലാ ഫൽയുസല്ലി. വിനോദത്തിന് പോകുമ്പോ, കറങ്ങാൻ പോകുമ്പോ, അടിച്ചു പൊളിക്ക് പോകുമ്പോ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ വിനീതൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരിമാര് ആ പാർക്കിലൊന്നും നിസ്കരിക്കുന്നത് കാണുന്നില്ല. മഗ്രിബ് ഖലാ അല്ലേ, അസർ ഖലാ അല്ലേ. തന്റെ മക്കളെ കൊണ്ട് കറങ്ങുന്നതിനൊരു കൂസലില്ല. നമസ്കാരം ഖലാവുകയാ. എന്റെ പൊന്നു പെങ്ങളെ, ഒരു മുസല്ല വിരിച്ച് നിനക്ക് ആ പാർക്കിന്റെ ആ ചെടിയുടെ ഓരത്ത് പരിശുദ്ധമായ അസറോ മഗ്രിബോ നിനക്ക് നമസ്കരിച്ചുകൂടെ? ആ മണ്ണ് നിനക്ക് നാളെ സാക്ഷ്യം വഹിക്കുകയില്ലേ? അവിടെ വേറൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ എവിടെ നിസ്കരിച്ചാലും ആ സ്ഥലം നാളെ ആഖിറത്തിൽ നമുക്ക് സാക്ഷി പറയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി ഫീ ബുഖഅത്തിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശഹിദത് ലഹു യൗമൽ ഖിയാമ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ദാസന്മാരിൽ നിന്നോ ദാസിമാരിൽ നിന്നോ ആരെങ്കിലും ഭൂമിയുടെ മുകളിൽ എവിടെയാണോ അവർ നമസ്കരിക്കുന്നത്, ആ മണ്ണ് അവർക്ക് വേണ്ടി നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമത്രേ. അല്ലാഹുവേ, എന്റെ മണ്ണിൽ നിന്റെ ദാസൻ നെറ്റിത്തടം വെച്ച മണ്ണാ, നിന്റെ ദാസി നെറ്റിത്തടം വെച്ച മണ്ണാണ് ദാദാ, ഞാനതിന് സാക്ഷ്യമാണ്. അല്ലാഹ്
യാത്ര ചെയ്യുമ്പം ഹൈവേ റോഡ് നാളെ നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് നിൽക്കുക. ഹൈവേ റോഡ്, പമ്പ്, പാർക്ക്, ബീച്ച് അനുകൂലമായിട്ട് നിൽക്കും. നിസ്കരിക്കണം. അവിടെ പോയിട്ട് കാട്ടിൽ കറങ്ങാൻ പോകുമ്പോൾ കാട്ടിൽ നിസ്കരിക്കണം. അല്ലോ പുലി പറയും കൂടെ വന്നാലോ? അതാ അള്ളാഹെ പേടിയില്ലാത്തോണ്ടാ പുലിയെ പേടിക്കുന്നത്. അള്ളാഹെ പേടിയില്ല. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും നമ്മളെ പേടിക്കും. നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നിസ്കരിച്ചു നോക്കുക. അതൊക്കെ കാടൊക്കെ നാളെ നമുക്ക് സാക്ഷി പറയും. നമുക്ക് വേണ്ടി സാക്ഷി പറയും. നിങ്ങൾ പറഞ്ഞ വാക്കല്ലേ? അതുകൊണ്ടല്ലേ മസ്ജിദ്, ഈ മസ്ജിദിൽ ആര് പോയിട്ട് നിസ്കരിക്കുന്നു നല്ലപോലെ ശ്രദ്ധിക്കണം. ചില ആളുകളുണ്ട് ഒരേ സ്ഥലത്തെ നിന്ന് നിസ്കരിക്കുള്ളൂ. മസ്ജിദില് ചില ഉപ്പമാരുടെ ഒക്കെ സ്വഭാവമാണ്. ഒരേ സ്ഥലത്ത് നിന്ന് നിസ്കരിക്കും. അവിടെ നിന്ന് അതേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കും. ഒരേ സ്ഥലം. പണ്ട് പോലെ അങ്ങനെയാണ് ചില ആൾക്കാർ. അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് സ്ഥലം നിർണ്ണയിക്കാനൊന്നും ഇസ്ലാമിൽ അനുവാദം ഇല്ല. പക്ഷെ നമ്മുടെ ആളുകൾ, ചില ആളുകൾ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാത തബ്കി അലൈഹി മുസല്ലാഹു വമസ്അദു അമലി ബിനസ് സമാ. അല്ലാഹുവിന്റെ ദാസൻ മരണപ്പെട്ടാൽ അവൻ നമസ്കരിച്ചിരുന്ന മുസല്ല, ആ നമസ്കരിച്ച സ്ഥലം, ആ നമസ്കാരത്തിൽ അത്തഹിയാത്ത് പൂർത്തിയാക്കിയ സ്ഥലം, അവിടെ നിന്ന് ആകാശത്തേക്ക് അവന്റെ നന്മകൾ ഉയർത്തപ്പെടുന്ന സ്ഥലമെല്ലാം ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി കരയുമത്രേ. നബീന റസൂലുള്ളാഹി. മനസ്സിലായോ? നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലം നമ്മൾ മരിച്ചാൽ കരയും നമുക്ക് വേണ്ടി. നമ്മുടെ ഭാര്യ എത്ര ദിവസം കരയും? നമ്മളൊക്കെ വലിയ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ സംഭവം. എത്ര ദിവസം കരയും ഓള്? 4 മാസവും 10 ദിവസവും ഭർത്താവ് മരിച്ചാൽ ഇരിക്കണം. 40 ദിവസം ഇരുന്നിട്ട് ഓടുകയാണ്. ഞാൻ എത്ര മഹല്ലിൽ ജോലി ചെയ്ത് ഞാൻ കാണുന്നുണ്ട്. ഇന്നും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ്. ഭർത്താവ് മരിച്ച് 10 ദിവസം 20 ദിവസമല്ല, ആള് പെണ്ണുമ്പിള്ള ഇറങ്ങി റോഡിലൊക്കെ കറങ്ങാനും ഷോപ്പിങ്ങിന് പോകാനും തുടങ്ങി. അല്ലാഹു അല, പാവം, കഷ്ടം. ആ ഭർത്താവ് എന്ത് ത്യാഗം സഹിച്ചിട്ട് ഇവളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അയാൾ മരിച്ചു പോയിട്ട് അവൾ ഇറങ്ങണം ഉലാത്താന്. എന്ത് ബന്ധം? 4 മാസവും 10 ദിവസം ഇരിക്കണ്ടേ? എന്ത് ഇസ്ലാം? അതാണ് ഭർത്താവും ഭാര്യ തമ്മിലുള്ള ബന്ധമൊക്കെ പോയി. മരിച്ചു കഴിഞ്ഞാൽ ഇയാൾ അടുത്ത ആളെ പിടിക്കുകയാണ്. അതിന് മുമ്പേ ഒപ്പിച്ച് വെക്കും സംഭവം. ആൾ ഔട്ടാവാറായെന്ന് അറിയുമ്പോൾ എല്ലാം ലൈനാക്കി റെഡിയാക്കി വെക്കും. ആൾ ഔട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിന്റെ ഒരു നിയമ നടപ്പനുസരിച്ച് ഒരു 40 ദിവസം അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് പിന്നെ ഉടനെ അടുത്ത ഹായ് അടിച്ചുവിടുകയാണ് സംഭവം. എന്ത് ബന്ധമുള്ള നമ്മൾ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ സംഭവം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു തീരുമാനം വെച്ചത്. നിനക്ക് വേണ്ടി കരയാൻ 40 ദിവസം നിനക്ക് വേണ്ടി മുസല്ല കരയും നബി റസൂലുള്ളാഹി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തബ്കി അലൈഹി മുസല്ലാഹു 40 ലൈല 40 സബാഹ. 40 ദിനരാത്രങ്ങൾ ഏ മനുഷ്യ, നീ മരിച്ചു പോയാൽ നീ സുജൂദ് ചെയ്ത എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ടോ ആ സ്ഥലങ്ങളെല്ലാം നിനക്ക് വേണ്ടി 40 ദിനരാത്രങ്ങൾ കരയുമത്രേ. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന് ോട് ശഫാഅത്ത് ചെയ്യുമത്രേ. 40 ദിവസം നമ്മുടെ മുസല്ല കരയും ട്ടോ. 40 ദിവസം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? എവിടേക്ക് നമ്മൾ പോയാലും പോയിട്ട് നിസ്കരിക്കണം. അവിടെ ആ സ്ഥലവും കരയും. നമ്മൾ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ നമ്മൾ മരിക്കുന്ന സമയത്ത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് വേണ്ടി കരയും. എന്തിനാ ശഫാഅത്ത്? അപ്പം പോയില്ലേ? അതാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ഇന്നൽ മസാജിദ ബുയൂത്തുൽ മുത്തഖീൻ ഫമൻ കാനത്തിൽ മസാജിദു ബൈതഹു ജഅലല്ലാഹു ലഹു അർറൗഹ വറാഹ വൽ ജവാസ അലാ സിറാത്ത്. സത്യവിശ്വാസികളുടെ സങ്കേതമാണ് മസാജിദുകൾ. കണ്ടോ? ആരാണ് മസ്ജിദിൽ ഇരിക്കേണ്ടതും വഹിക്കേണ്ടവരും പോകേണ്ടവരും? സത്യവിശ്വാസികൾ. നല്ലപോലെ ഗൗരവത്തോടെ ഇത് കേട്ട് പഠിക്കണം കേട്ടോ. നല്ലപോലെ പഠിക്കണേ. ഒരു പ്രസിഡന്റ് കസേരയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഞാനും നിങ്ങളും അവസാനം അവന്റെ പര്യവസാനം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് കേട്ടിട്ട് പോയി ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഹദീസ് നബിസ്വല്ലല്ലാഹു പറഞ്ഞ വാക്കാണ്. മസ്ജിദ് ആരുടെ വീടാണ്? ഇന്നൽ മസാജിദ ബുയൂത്തുൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ വീടാണ്, ഭവനമാണ്, വാസകേന്ദ്രമാണ്, വാസസ്ഥലമാണ് പരിശുദ്ധമായ മസാജിദുകൾ.
നബി തങ്ങൾ പറയുന്നു, ഫമൻ കാനത്തിൽ മസാജിദു ബൈതഹു, ആരെങ്കിലും തന്റെ മസ്ജിദ് വീടാക്കി മാറ്റിയാൽ ജഅലല്ലാഹു ലഹു അർറൗഹ വറാഹ വൽ ജവാസ അല സിറാത്ത്, അവർക്ക് ഭൗതികവും ആത്മീയവുമായ ആനന്ദം അല്ലാഹു നൽകുകയും സിറാത്ത് എന്ന പാലത്തിലൂടെ വളരെ വേഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമത്രേ. ആരുടെയെങ്കിലും വീട് പള്ളിയാക്കി മാറ്റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പൊളിച്ചിട്ട് അവിടെ വീട് കെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ എപ്പോഴും കൂടുതൽ സമയം ഒരാൾ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് വീട്ടിലാണോ പള്ളിയിലാണോ? എവിടാ? വീട്ടിലാണ്. എന്നാൽ അതേപോലെ കൂടുതൽ പള്ളിയിൽ പോയി താമസിക്കാൻ, പള്ളിയിലിരിക്കാൻ, പള്ളിയിൽ എത്തിക്കാഫിരിക്കാൻ, പള്ളിയിൽ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം ആർക്കുണ്ടോ അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? കൂടുതൽ സമയം പള്ളിയിലിരിക്കാൻ കൊതിയാണ്, പള്ളിയിൽ പോകാൻ ആഗ്രഹമാണ്. അങ്ങനെ പള്ളിയിൽ പോകാനും പള്ളിയിൽ എത്തിക്കാഫിരിക്കാനും ദിക്ർ ചൊല്ലാനും ആവശ്യമില്ലാത്ത സമയം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നേരെ പള്ളിക്ക് വന്നിരുന്ന് അൽഹംദുലില്ലാഹ് ഖുർആൻ ഓതിക്കൊണ്ട് എത്തിക്കാഫിന്റെ നിയത്തിൽ അവിടെ ദുആ ചെയ്ത് കഴിയാൻ, അങ്ങനെ വീട് പോലെ അവിടെ കഴിയാൻ ആഗ്രഹം ആർക്കലുണ്ടോ? ഭൗതികവും ആത്മീയവുമായ വഴി അല്ലാഹു എളുപ്പാക്കി തരും. സിറാത്ത് എന്ന പാലത്തിൽ വേഗം അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഹത്തീബ് മോദീനൊക്കെ കിട്ടുള്ള ഭാഗ്യം. ഞങ്ങളെപ്പോലുള്ള വേറെ ആരും ഇല്ലല്ലോ. ഇപ്പോൾ കൂടുതൽ സമയം ഞങ്ങൾ അവിടെ അതുകൊണ്ട് ഈ പണി കൊള്ളാം. ഈ പള്ളിയിലത്തെ പണി നല്ല പണിയാണ്. ഇപ്പോഴും സമയത്ത് നമുക്ക് അവിടെ തന്നെ കഴിഞ്ഞുകൂടാല്ലോ. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക. അല്ല, നമ്മളെവിടെ പള്ളിയിൽ നിന്ന് പണി നിസ്കാരം കഴിഞ്ഞ ഉടനെ നോക്കാം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന അടുത്ത റോഡിലാണ്, അടുത്ത കാല്. ജുമാക്കൊക്കെ വരുന്ന ഓരോ ചങ്ങാതിമാർ എപ്പോഴാ? ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തഫ്അലൂൻ. പെട്ടെന്ന് ഓടി വരും ആ സമയത്ത്. അതുവരെയും വെളിയിൽ നിൽക്കും. എന്നിട്ട് ഓടി വന്ന് പെട്ടെന്ന് കേറിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, പെട്ടെന്ന് ഇറങ്ങി. എന്റെ പൊന്ന് ചങ്ങാതി, എനിക്ക് നിസ്കാരമില്ല, ഒരു ഉല്ലുമില്ല, ഈ ചങ്ങാതിമാർക്ക് വല്ല മനസ്സിലാണ്. ഈ ഖുതുബ തുടങ്ങുന്ന സമയത്ത് ഖുതുബ ഇമാമ ഇദാ സഅദൽ ഖതീബു അലൽ മിമ്പർ, മിമ്പറിലേക്ക് ഇമാമ കയറി കഴിഞ്ഞാൽ മലക്കുകൾ ഏടടയ്ക്കും. പിന്നെ വരുന്നവർക്ക് നോ ജുമാ. ഈ ചങ്ങാതിമാർക്ക് പറഞ്ഞാൽ വല്ല മനസ്സിലാവൂ? മിമ്പറിൽ ഇമാമ ഖുതുബയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്നവന് ജുമാ ഇല്ല. പിന്നെ വെറുതെ വന്ന് നിസ്കരിച്ചിട്ട് പോകാന്നുള്ളല്ലാതെ മാഫി ഫായിദ, ഒരു ഗുണവും ഇല്ല. ആര് കേൾക്കാൻ? ഏത് ചങ്ങാതി കേൾക്കാൻ? ആര് മനസ്സിലാക്കാൻ? ആരാ വരുന്നത്? ഇത്ര പറഞ്ഞുകൊടുത്താലും തലയ്ക്ക് ഇത് കയറണ്ട ഈ ചങ്ങാതിമാരോട്. ഇവ ലാസ്റ്റ് ഘട്ടത്തിൽ വരെയാണ്, എന്റെ പൊന്ന് തങ്ങളെ, എന്തിനാ നീ ഇങ്ങനെ ജുമാ നിസ്കരിക്കുന്നത്? എന്റെ ആവശ്യം എന്ത്? അതുകൊണ്ട് ഫായിദയില്ല. നിനക്ക് ജുമാ വേണോ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിൽ വാ, ഇല്ലെങ്കിൽ ഖുതുബക്ക് മുമ്പേ നീ പള്ളിയിൽ കയറ്. ഖുതുബക്ക് മുമ്പ് പള്ളിയിൽ കയറ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ മലക്കുകൾ വാതിൽ നിന്ന് പേര് വെട്ടും. അപ്പോഴേ ഏട് മടക്കിയിട്ട് ഖുതുബ കേൾക്കും മലക്കുകൾ. അങ്ങനെയാണ് ഹദീസ്. മലക്കുകൾ ഖുതുബ കേൾക്കും. പിന്നെ വരുന്നവരെ പരിഗണിക്കില്ല. പിന്നെ വരുന്നവരെല്ലാം പൗരത്വം ഇല്ലാത്തവരാണ്. അവർക്കൊന്നും പൗരത്വം ഇല്ല സംഭവം. പിന്നെ വരുന്നവർ, അതാണ് യഥാർത്ഥത്തിൽ പൗരത്വം ഇല്ലാത്തവർ. അപ്പൊ അതുകൊണ്ട് ഇനി എങ്ങനെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ജുമാക്ക് പോകും. നാളെ ആഖിറത്തെ നമ്മുടെ കിതാബ് എടുത്ത് നമ്മുടെ മുന്നിൽ എടുത്ത് വെച്ച് വരുമ്പോ ഒന്നും കാണൂല. അളിയ ഞാൻ ഒരു എല്ലാ ജുമാക്ക് സ്കെച്ചില്ല അളിയ, എല്ലാം ബ്ലാങ്ക് ആണല്ലോ അളിയ, ഒന്നുമില്ലല്ലോ. പടച്ചവൻ എല്ലാം തിരിച്ചു മറിച്ച് നോക്കും. നോക്കും, ഇല്ല അളിയ, ഒന്നുമില്ല അളിയ, എല്ലാം വേസ്റ്റ് ആയി പോയി. അതുകൊണ്ടാണ് മസ്ജിദിൽ എപ്പോഴും നമ്മൾ കാണുന്നു പറഞ്ഞത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മസാജിദി ഔതാദാ, ചില മസ്ജിദുകളിൽ തൂണുപോലെ നിരന്തരമായിരിക്കുന്നവരുണ്ട്. എപ്പോ നോക്കിയാലും പള്ളിയിൽ. ചില ആളുകളുണ്ട് പള്ളിയിൽ എപ്പോ നോക്കിയാലും പള്ളിയിൽ. വീട്ടിൽ നോക്കിയിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് പറയും പള്ളിയിൽ. ചില ആളുകളുണ്ട് പെണ്ണുങ്ങളെടുത്ത് ഭാര്യയെടുത്ത് വഴക്കുണ്ടാക്കിയിട്ട് പള്ളിയിൽ പോയിരിക്കും. അങ്ങനെയുണ്ട്. വീട്ടിൽ സ്വസ്ഥതയില്ല, അവളുടെ അടുത്ത് ഇരുന്നിട്ടൊന്നും വലിയ റാഹത്തില്ല. അതിനേക്കാളും നല്ലത് പള്ളിയിൽ വന്നിരിക്കലാണ് നല്ലത്. 4 മണിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ വരുന്ന ഉപ്പമാരൊക്കെ ഉണ്ടാവില്ലേ? ഒരു രക്ഷയില്ല, വലിയ ഫായിദ ഒന്നുമില്ല. പിന്നെ അതിനേക്കാൾ നല്ലത് പള്ളിയിൽ കണ്ടിരുന്നാൽ മതി. ഉസ്താദെ കിടന്ന് മരിച്ചാൽ മതി. അതെന്താ ഇത്ത ഇല്ലേ? എന്ത് ഇത്ത, അതൊക്കെ അവർക്കൊന്നും ഇപ്പൊ നമ്മള് വയസ്സാൻ കാലത്ത് നമ്മൾക്കൊന്നും ചായ ഇട്ട് തരാനും വെള്ളം ഇട്ട് തരാനൊന്നും അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. രാവിലെയൊക്കെ നമ്മൾ കണ്ടിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചില വയസ്സന്മാർ കടയിലേക്ക് ഓടുന്നത്. എന്താ കടയിലേക്ക് പോകുന്നത്? അവളെ 8 മണിയാവും ഉസ്താദ് എഴുന്നേക്കാൻ, ഒരു ചായ ഇട്ട് തരാൻ പോലും. എന്നാ പറയാൻ പറ്റുമോ? ഭാര്യയെ വിളിച്ചുണർത്തുന്നു, തീർന്നില്ലേ?
പഴയ കൊടുത്ത അടിയാധാരമൊക്കെ ചോദിക്കും. എൻ്റെ വാപ്പ വന്ന അടിയാധാരോട് എന്നെ വിളിച്ചോണ്ട് 100 പവനോ 50 പവനോ ഒക്കെ പണ്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ ഇപ്പൊ തിരിച്ചു ചോദിക്കുകയാണ് പെണ്ണുങ്ങൾ. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സുബൈക്ക് നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, നീ അവിടെ കിടന്നോ, നീ ഒന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ കടയിൽ പോയി ചായ കുടിച്ചോളാം. ഭർത്താവിനെ രാവിലെ തഹജ്ജുദിന് വിളിച്ചോണ്ട് കട്ടൻ കാപ്പി ഇട്ട് ചൂട് കാപ്പി കൊടുത്തിട്ട് സുബൈ തഹജ്ജുദ് നിസ്കരിക്കുക, എന്നിട്ട് സുബൈക്ക് പള്ളിയിൽ പോയിട്ട് വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കണം. സുബൈ കഴിഞ്ഞ ഉടനെ 2 അപ്പം തിന്നിട്ട് പോകണം. അൽഹംദുലില്ലാഹ്, സുബൈ കഴിഞ്ഞുള്ള കഴിപ്പ് നല്ലതാണ്. ഞാൻ എൻ്റെ ശൈലി അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. അപ്പൊ രാവിലെ അത് കഴിച്ച റാഹത്തെ ശരീരത്തിന് ആരോഗ്യം കിട്ടും. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കുക 12 മണിക്ക്. ചുമ്മാല്ല ഇല്ലാത്ത അസുഖമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ആ കുടല് നാറിയിട്ട്, ചെറുകുടല് വൻകുടലൊക്കെ നാറിയിട്ട് ആളുകളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നാറ്റടിക്കുകയാണ്. ചുമ്മാ കട്ടൻ ചായയിൽ ഇങ്ങനെ നിൽക്കും. സുബഹി കഴിഞ്ഞോണ്ട് കഴിക്കുക. ഇല്ലെങ്കിൽ കുറച്ച് അജുവ ഈത്തപ്പഴം വാങ്ങി വെച്ച് അത് കൊണ്ട് കഴിക്കുക. ഈത്തപ്പഴം ദാഹത്താട്ട് സുബഹി കഴിഞ്ഞോണ്ട് കഴിക്കുക. 10 ബദാം തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം, രാവിലെ എടുത്ത് കഴിക്കണം. അത് ഒരിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തിന്നാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ തിന്നണം. ബദാമിന് 1 കിലോയ്ക്ക് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ ഗുണമുള്ള സാധനമാണ്. അണ്ടിപ്പരിപ്പ് 10 ദിവസം തിന്നണം, നല്ല കൊളസ്ട്രോൾ ഉണ്ടാവും. ആളുകൾ പറയാം അണ്ടിപ്പരിപ്പ് എന്നാ കൊളസ്ട്രോൾ മോശമാവുന്നു. നല്ല അണ്ടിപ്പരിപ്പ് തിന്നണം. ഒരു 10 ഈത്തപ്പഴം വീതം തിന്നണം, നല്ല സ്റ്റാമിന ഉണ്ടാവും. സ്റ്റാമിന 2000 ഒന്നും തിന്നണ്ട, ഈത്തപ്പഴം അടിച്ചാൽ മതി, നല്ല ഉഷാറാ, എല്ലാ കാര്യത്തിനും ഉഷാറാണ്. ഇന്ന് പോലെ തിന്നു നോക്ക് പോയിട്ട്. ഞാൻ വെറുതെ പറയുന്നല്ല, നല്ല ഈത്തപ്പഴമൊക്കെ നല്ല അറബികൾ മേടിച്ച് അടിക്കുന്നത് അതുകൊണ്ടല്ലേ. വെറുതെ ഈത്തപ്പഴം എന്ന് പറഞ്ഞ സാധനം ഇന്ന് പെണ്ണുങ്ങന്മാരുടെ അലമാരിയിരിക്കുന്ന ഈത്തപ്പഴമൊക്കെ എടുത്ത് കളയും, നോക്കിക്കോ. അപ്പൊ ഈത്തപ്പഴ റാഹത്താണ്. അതൊക്കെ ശരീരം കൊണ്ട് ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ റാഹത്താണ് സംഭവം. ഇതൊക്കെ സുബഹി കഴിഞ്ഞുകൊണ്ട് കഴിക്കണം. രാവിലെ വെറും വയറ്റിൽ 7 അജ്വ കഴിച്ചാല് അന്നത്തെ ദിവസം അവനെ ഒരു ഷർറും പിടിക്കൂല എന്ന ഹബീബായ തങ്ങൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? 7 അജ്വ അത് രാവിലെ ഒറ്റയായിട്ട് കഴിക്കണം, രാവിലെ വെറും വയറ്റിൽ കഴിക്കണം. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മസ്ജിദിൽ ഇതേപോലെ ആളുകൾ വന്ന് ഇങ്ങനെ ഇരിക്കും, തൂണ് പോലെ എപ്പോ നോക്കിയാലും പള്ളിയിൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മസാജിദി ഔതാദാ അൽ മലായികതു ജുലസാഉഹും. അവരോടൊപ്പം ഇരിക്കുന്നവരാരാണ്? മാലാകമാരാണ്. അവരോടൊപ്പം മാലാകമാരാ ഇരിക്കുന്നത്. മലക്കള കൂട്ടത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് വന്നിരുന്ന പള്ളിയിൽ ഇങ്ങനെ ഓതാണ്, ഇങ്ങനെ ഓതാണ്. അവരുടെ അപ്പുറം ഇപ്പുറമൊക്കെ സാലിഹ്യങ്ങളായ ആ മനുഷ്യനോടൊപ്പം നല്ല മലക്കുകൾ, ഇങ്ങനെ റഹ്മത്തിന്റെ മലക്കുകൾ അവരോടൊപ്പം ഉണ്ടാകും. അൽ മലായികതു ജുലൂസുഹും. ഇനി ഈ വ്യക്തി പള്ളിയിൽ വന്നില്ലെങ്കിലോ? ഇൻ ഗാബൂ യഫ്തഖിദൂനഹും. ഇനി അദ്ദേഹത്തെ കണ്ടില്ല എങ്കിൽ ഈ മലക്കുകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങുമത്രേ. കണ്ടില്ല, എവിടെ പോയി? എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ആളാ, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ആളാണല്ലോ, എല്ലാ ദിവസവും സുബഹിക്ക് വരുന്ന ആളാ, 4 മണിക്ക് വരുന്ന ആളാ, ഇന്ന് കണ്ടില്ലല്ലോ, എവിടെ പോയി? കൃത്യമായിട്ട് 4 മണിക്ക് പള്ളിയിൽ വരുന്ന ആളിനെ ഉസ്താദ്മാർക്ക് അറിയാം. ഒരു ദിവസം അദ്ദേഹം വന്നില്ല എങ്കിൽ ഉസ്താദ് ആദ്യം തിരക്കുന്നത് അസ്നാർ കാക്ക ഇന്ന് വന്നില്ലല്ലോ, എന്താ പറ്റിയത് എന്ന് അന്വേഷിക്കും. എല്ലാ ദിവസവും 4 മണിക്ക് വരുന്ന ആളാണ്. അത് തന്നെ മലക്കളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. വൽ മലായികതു ജുലസാഉഹും വഇൻ ഗാബൂ യഫ്തഖിദൂനഹും. അവരെ കണ്ടില്ല എങ്കിൽ, അവർ അപ്രത്യക്ഷമായാൽ അവരെ കുറിച്ച് അന്വേഷിക്കുമത്രേ. വഇൻ മരിളൂ ആദൂഹും. അവർ നിരോഗിയായാൽ രോഗസന്ദർശനം നടത്താൻ ഈ മാലാകമാർ ആ വ്യക്തിയുടെ അരികിലേക്ക് എത്തുമത്രേ. പള്ളിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് രോഗം പിടിച്ചാൽ മലക്കൾ ഒരുന്ന് സഹായിക്കാൻ. ഹദീസാണ്, മലക്കൾ ഒരു സഹായിക്കാൻ. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും. ഇനി അദ്ദേഹത്തിന് വല്ല ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറാനുണ്ടോ? ആനൂഹും. മാലാകമാർ അവരെ സഹായിക്കുമത്രേ. എത്ര വലിയ ഭാഗ്യം മസ്ജിദിൽ ഇരിക്കുന്നവർക്ക്, എത്ര വലിയ ഭാഗ്യം. വഇൻ കാനൂ ഫീ ഹാജത്തിൻ ആനൂഹും. അവരെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും, രോഗിയായ പോയി സന്ദർശിക്കും. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആ മലക്കുകൾ സഹായം എത്തിച്ചു കൊടുക്കും. നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. മറ്റൊരു റിവായത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മൻ ജലസ ഫിൽ മസ്ജിദി ഫഇന്നമാ യുജാലിസു റബ്ബഹു. ആ
ആരെങ്കിലും മസ്ജിദിൽ ഇരുന്നാൽ സൂക്ഷിക്കണേ, അവനോടൊപ്പം ഇരിക്കുന്നത് ആ മസ്ജിദിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ്. വകാന ഹഖൻ അലൈഹി, അവന്റെ മേൽ ബാധ്യതയാണ് അനാവശ്യമായ വർത്തമാനങ്ങൾ പറയരുതേ. അല്ലാ യഖൂല ഇല്ലാ ഖൈറാ, നന്മയല്ലാത്ത ഒരു കാര്യങ്ങളും മസ്ജിദിൽ പറയരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കണേ. ഇദാ സമഅതുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ, മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ അതുപോലെ നിങ്ങളും ഏറ്റു പറയണേ. സുമ്മ സല്ലു അലയ്യ, ആ ബാങ്ക് വിളിച്ചതിന് ശേഷം എൻ്റെ മേൽ നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. സുമ്മ സല്ലുല്ലാഹ ലി അൽ വസീല, പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലണേ. ആ സ്വലാത്തിന് ശേഷം എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് വസീല തേടണേ. എന്താണ് വസീല എന്ന് പറയട്ടെ? സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനമാണ്. എനിക്ക് ആ സ്ഥാനത്തിലെത്താൻ കൊതിയാണ് സഹാബ. ആ വസീല എന്ന സ്ഥാനത്തിന് അർഹനാകാൻ ഞാൻ കൊതിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ, ബാങ്ക് വിളിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലി എനിക്ക് വേണ്ടി ആ ഉന്നതമായ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്യണേ. അതാണ് അല്ലാഹുമ്മ ആതിഹിൽ വസീല വൽ ഫളീല വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്ത. നമ്മൾ ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ, ആ സ്ഥലം, ആ വസീല നബിതങ്ങൾക്ക് നീ കൊടുക്കണേ പടച്ചവനെ. നമ്മളൊക്കെ ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് ആ വസിയത്ത് നമ്മൾ തട്ടിക്കളയല്ലേ? ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ച് ആ ദുആ നമ്മൾ തട്ടിക്കളയാണ്. ആ ഒരു മഹത്തായ ഒരു ഉത്തരവാദിത്തം നമ്മൾ തട്ടിക്കളയാണ്. അതുകൊണ്ടാണ് അലിയാരി തങ്ങൾ പറഞ്ഞത്, അൽ ഹദീസ് ഇൻദൽ അദാൻ യുഹ്ബിതു അമല 30 സനാ, അൽ ഹദീസ് ഇൻദൽ മയ്യിത്ത് യുഹ്ബിതു അമല 30 സനാ. മയ്യത്ത് വീട്ടിൽ പോകുമ്പോൾ, മയ്യത്ത് കാണുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് നിങ്ങൾ മയ്യത്തിന്റെ നന്മകൾ മാത്രം പറയണേ. അവിടെ ഇരുന്ന് ലോകകാര്യങ്ങളോ പഞ്ചായത്ത് കാര്യങ്ങളോ രാഷ്ട്രീയ ചർച്ചകളോ നിങ്ങൾ നടത്തരുതേ. അങ്ങനെ നടത്തിയാൽ നിങ്ങളുടെ 30 വർഷത്തെ അമലുകൾ നഷ്ടമാകും. മയ്യത്ത് വീട്ടിൽ പോരുന്നിട്ട് പഞ്ചായത്ത് കാര്യവും അദ്വാനിയുടെ കാര്യവും മോഡിയുടെ കാര്യവും അമിത്ഷായുടെ കാര്യവും പറയാനല്ല മയ്യത്ത് വീട്. അവിടെ പോയി ചർച്ച ചെയ്യാൻ പാടില്ല. മയ്യത്തിന്റെ നന്മകൾ പറയണം, മയ്യത്തിനോട് ദുആ ചെയ്യണം. മയ്യത്ത് ഒരു വീട്ടിൽ ചെന്നാൽ ആ മയ്യത്ത് പൊക്കി നോക്കിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർഹു ഫീഹി വഖ്ലുഫ്ഹു ഫിൽ മഹ്ദിയീൻ അല്ലാഹുമ്മ ഗഫിർ ലനാ വലഹു. അങ്ങനെ ദുആ ചെയ്യണം. നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഇന്ന് നമ്മൾ മയ്യത്ത് വീട്ടിൽ പോയിട്ട് പൊക്കി നോക്കും. പൊക്കി നോക്കി വലിയ പരിചയമുള്ളവനാ. പൊക്കി നോക്കുക, വേണമെങ്കിൽ എപ്പോഴായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സംഭവം, ആ കണ്ണ് തെള്ളിയിരിക്കാണല്ലോ, നീ ഒന്നോ അമർത്തി അടയ്ക്കാഞ്ഞെന്തായിരുന്നു, വായൊന്ന് നല്ലപോലെ ഒന്ന് കൂട്ടിക്കെട്ടാഞ്ഞെന്തായിരുന്നു. കൊട്ടേഷൻ വിടാനാണ് ഇവൻ വരുന്നത്. മയ്യത്തിന്റെ കൊട്ടേഷൻ വിടാൻ. ഒരു സഹോദരൻ മരിച്ചാൽ ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് അവൻ ആത്മാർത്ഥത ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഗഫിർ ലി ഫുലാൻ ഇബ്നു ഫുലാൻ. അത് മയ്യത്ത് കാണുമ്പോൾ ഇവൻ ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹു ഈ സഹോദരനെ നീ പുറത്തോട് വിടച്ചവനെ, അല്ലാഹു ഇവന് നീ ഒരു പകരക്കാരനെ സ്ഥാപിക്കണേ പടച്ചവനെ, ഇവന്റെ ഖബർ നീ വിശാലത നൽകണേ പടച്ചവനെ, അവനും ഞങ്ങൾക്കും നീ പുറത്തു തരണേ അല്ലാഹു, ഞങ്ങളെ നീ സ്വർഗത്തിൽ എത്തിക്കണേ പടച്ചവനെ. ഈ ദുആ ഒരു മയ്യത്ത് വീട്ടിൽ മയ്യത്തെ കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ചൊല്ലണം. അല്ല മൊയ്ലിയാർ മാത്രം അൽഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞ മൊയ്ലിയാർ ദ്വാരക്കല്ല. നമ്മൾ ഈ മയ്യത്ത് കാണാൻ പോകുന്ന ഓരോ വ്യക്തിയും ആ മയ്യത്തിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ കൈപൊക്കി പിടിച്ചിട്ട് വലിയ ബഹളത്തോട് ദ്വാരക്കണ്ട. കൈപൊക്കുമ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ മലയാളത്തിൽ പറഞ്ഞാലും മതി, അല്ലാതെ പോയി പൊക്കി നോക്കിയിട്ട് അന്യ അങ്ങനെ പോകരുത് കേട്ടോ. എന്നിട്ട് ആ മയ്യത്തിന്റെ കുടുംബക്കാരനെ വിളിക്കണം. ആരാ മരിച്ചത്? വാപ്പാണോ മരിച്ചത്? മോനെ വാ. അവന്റെ കൈക്ക് പിടിച്ചിട്ട് നെഞ്ചി തടവിട്ട് അല്ലാഹു അജ്റക വഹസന ഗസാക വഫർ ലിമയ്യതി, അല്ലാഹു നിനക്ക് എൻ്റെ വാപ്പാടെ വിയോഗത്തിൽ നീ ദുഃഖിക്കുന്ന നിനക്ക് അല്ലാഹു ഉന്നതമായി കൂലി തരട്ടെ, എൻ്റെ മയ്യത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെ സമാശ്വസിപ്പിച്ചുകൊണ്ടൊരു ദുആ ചെയ്യണം അവന്റെ കൈക്ക് പിടിച്ചിട്ട്.
ഇതൊന്നും ഇന്ന് നമ്മൾ ചെയ്യാറില്ല. എപ്പോഴായിരുന്നടാ മരിച്ചത്, എപ്പോഴാണ് മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നോ, എങ്ങനെയായിരുന്നു സംഭവം, അപ്പൊ ആരാ വണ്ടിയായിട്ട് വന്നത്, അവിടെ ആരുണ്ടായിരുന്നു ഐസിയുല്. ഇതാണ് ഒരു മയ്യത്ത് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ. ആള് മരിച്ചു, ഇനി ആളെ കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പോണത്. ഈ സഹോദരന്റെ ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയെ വിളിച്ചിട്ട് ഒരു സമാധാനത്തിന്റെ വാക്കല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. സഹോദര, നിനക്ക് അള്ളാഹ് പുറത്തു തരട്ടെ, അദ്ദേഹത്തിന്റെ വിയോഗത്താൽ നീ ദുഃഖിക്കുന്നുണ്ട്, അള്ളാഹു ആ മയ്യത്തിന് പൊറുക്കട്ടെ, നിനക്ക് ഉന്നതമായ കൂലി നൽകട്ടെ, ഒരു സന്തോഷ വാർത്ത. ആരത് പറയുന്നത്? അവിടെ മയ്യത്തിന്റെ വീട്ടിൽ പോയി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ. അതുകൊണ്ട് മയ്യത്തിന്റെ അരികിൽ പോയി സംസാരിച്ചാൽ 30 വർഷത്തെ അമലുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമത്രേ. അൽ ഹദീസു ഇൻദൽ മഖാബിർ, മഖ്ബറയിൽ പോയി മയ്യത്തടക്കുന്ന സ്ഥലത്ത് പോയി, ആ ഖബർസ്ഥാനിൽ പോയി, ഖബർ വെട്ടുന്ന സ്ഥലത്ത് പോയി അനാവശ്യമായ സംസാരങ്ങൾ നിങ്ങൾ നടത്തിയാൽ 30 വർഷത്തെ അമലുകൾ നിങ്ങൾക്ക് ഡിലീറ്റായി പോകുമത്രേ. വഅന്തും ലാ തശ്ഉറൂൻ, നിങ്ങൾ പോലും അറിയില്ല ആ അമൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഖബർ കുഴിക്കുന്നവന് പോലും ഇന്ന് മരണത്തെ പേടിയില്ല, ഖബർ കുഴിക്കുന്നവന് പോലും മലക്കുൽ മൗത്തിനെ പേടിയില്ല. ഔറത്തും കാണിച്ച് തട്ടുമടി കൊടുത്ത് കട്ടം പീടിയും വലിച്ചുകൊണ്ട് ചീത്ത വിളിച്ച് തെറി പറഞ്ഞ് അസഭ്യവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഖബർ കുഴിക്കുന്നത്. ഒരു കാര്യം പോലും ആ ഖബർ കുഴിക്കുന്ന വ്യക്തിയോട് പറയാൻ പറ്റൂല. ഉടനെ പിക്കാസ് എടുത്ത് വേണമെങ്കിൽ നമ്മുടെ തലക്കിട്ടൊരു കൊത്തു ചെയ്യും. ഇങ്ങോട്ട് നോക്കിയോടാ ഖബർ, ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്റെ വാപ്പാടെ ഖബർ ഞാനാ കുഴിച്ച, നീ ഇങ്ങോട്ട് ഇറങ്ങി കുഴി. ചീത്ത അഭിപ്രായം പറയാൻ നമ്മളെ വേണമെങ്കിൽ അതിനകത്തിട്ട് അവൻ മണ്ണിട്ട് മൂടും. അതുകൊണ്ട് പറയാൻ പോരുത്. ആ ചങ്ങാതിക്കാണെങ്കിലോ ഖബർ കുഴിക്കുന്നതിനെങ്കിലും ഒരു മഹത്വം വേണ്ട. പടച്ചവനെ, ഈ ഖബർ കുഴിക്കാത്ത ഞാനും നാളെ വീഴും. മൻ ഹഫറ ഹുഫറൻ ലി അഖീഹി ഫഖദ് വഖഅ ഫീഹി. ഒരാൾ ഒരാൾക്ക് വേണ്ടി ഖബർ കുഴിച്ചാൽ അവൻ ആ ഖബറിൽ വീഴുമെന്നാണ് ഹദീസ്. അപ്പൊ അതുകൊണ്ട് ഇതേപോലെ ഞാനും നാളെ വീഴും. അതുകൊണ്ട് നമ്മൾ ഇതിനൊരു മഹത്വം കൽപ്പിക്കണം. നമ്മുടെ ഒരു സഹോദരനെ വെക്കുന്ന ഖബറാണ്. പടച്ചവനെ, നാളെ ഇതായിരിക്കുമല്ലോ. ഖബർ കണ്ടിട്ട് സഹാബാക്കൾ നബിയും പൊട്ടിക്കാരന്റെ സംഭവം ഉണ്ട്. ഖബർ കുഴിക്കുന്ന കണ്ടിട്ട്, ഖബർ കണ്ടിട്ട് ഖബറിന്റെ മണ്ണെടുത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ആ മണ്ണ് മൊത്തം കണ്ണുനീര് കൊണ്ടുവന്ന് കുതിർന്ന സംഭവങ്ങളുണ്ട്. ഇവിടെ ഖബർ കുഴിച്ചിട്ട് അയാളുടെ കൽബൊക്കെ കടുപ്പായി പോയി, കരിങ്കല്ല് പോലെ ആയിപ്പോയി. ഇനി എന്ത് കരയാനാ ഇതിനകത്ത്, എന്ത് കരയാനാ? ഞങ്ങളുടെ പള്ളിയിൽ ഒരാൾ ഖബർ കുഴിച്ചുള്ളൂ 17,000 മയ്യത്തിറക്കിയിട്ടുണ്ടെന്ന്. 17,000 മയ്യത്തിറക്കാണ്. അപ്പൊ അങ്ങനെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. സംസാരിക്കല്ലേ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെടും, നമ്മുടെ അമൽ നഷ്ടപ്പെടും, നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് അവിടെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പൊ മസ്ജിദിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങൾ മസ്ജിദിൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകരുതേ. നബിയുനാ റസൂലുള്ളാഹി, നമ്മുടെ കുട്ടികളെ കൂടിയിട്ട് മസ്ജിദിൽ കൊണ്ടുപോകും പള്ളിക്ക് നിസ്കരിക്കാൻ. അവനെങ്ങാനും പിടിച്ചാൽ നിൽക്കുവോ അവിടെ, ഇവിടെ നിർത്തിയിട്ട് ആയിരിക്കും വാപ്പ നിസ്കരിക്കുന്നത്. സുജൂദിൽ പോകുമ്പോ അവൻ 3ാമത്തെ സഫിന്റെ ഇടയിലായിരിക്കും. ഇവന്റെ മൊബൈൽ എടുത്തോണ്ട് അങ്ങോട്ട് പോകും, അവന്റെ വാച്ച് എടുത്ത് ഇങ്ങോട്ട് വരും. സുജൂദി പോകും, തൊപ്പി പോയി ആ തൊപ്പി എടുത്ത് തിരിച്ചെടുത്ത് വെക്കും. ഈ ചങ്ങാതി കൊച്ചു പയ്യ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എല്ലാരും നിസ്കാരം ബാത്തിലായില്ലേ. മൊയിലിയാരുടെ അടുത്തെങ്ങാനും പോയാ ഡ്രൈവറിന് കേടുപാട് പറ്റിയ വണ്ടി മൊത്തം ആക്സിഡന്റ് ആവൂലേ? ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് പള്ളിക്കകത്ത് പോകാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അടക്കി ഒതുക്കി മൂലരിക്കണം, അവിടെ ഇരുന്നോണെന്ന് പറയണം. ഇനി ഇവ ഈ ചങ്ങാതി ഈ കൊച്ചുകുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന കണ്ടിട്ട് ഇവൻ കൈക്ക് പിടിച്ചോട്ടാക്കും, ഇങ്ങോട്ടാക്കും. 3 പ്രാവശ്യം ആണെങ്കിൽ അവന്റെ നിസ്കാരം പോയില്ലേ ഈ ചങ്ങാതി കൊണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ജന്നിബൂ മസാജിദകും സിബിയാനകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മസ്ജിദിൽ നിന്ന് മാറ്റി നിർത്തണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇദാ റആ സിബിയാനൻ യൽഅബൂനൽ മസാജിദ ലറബഹും ബിൽ മിഖ്ഫഖി ഐ അദ്ദിറതി, കുട്ടികൾ പള്ളിയിൽ ഓടുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു കണ്ടാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി കൊണ്ടോ തുണി കൊണ്ടോ കുട്ടികളെ അടിക്കുമായിരുന്നു. ഉസ്താദ് ചൂരലെടുത്ത് വെച്ചിട്ടുണ്ട് മെമ്പറിന് എടുക്കല്. എന്തിനാണ് ഈ കുട്ടികൾ റമദാൻ മാസത്തിൽ അടിക്കുണ്ടാക്കുമ്പോ അടിക്കാൻ വേണ്ടിട്ട് ചൂരല്. ഉമർ റളിയല്ലാഹു തആല നല്ല പൊട്ടിയിൽ കൊടുക്കുമായിരുന്നു, ആരും ചോദിക്കാൻ വരില്ല. പക്ഷെ മൊയിലിയാരെ അടിച്ചാൽ ചോദ്യം വരും. കൊച്ചു കുട്ടികളെ പള്ളിയിൽ വരുമ്പോൾ മുസ്ലിയാരെങ്ങാണ് അടിച്ചാൽ ഉണ്ടായിരിക്കും രംഗം. മൊയിലിയാരെ എന്റെ കുട്ടി അടിക്കാൻ ഈ ആരാടാ എന്ന് ചോദിക്കും. വേണമെങ്കിൽ മൊയിലിയാർ ഉസ്താദ് എന്നൊക്കെ പിന്നീട്. കൊച്ചുകുട്ടിയല്ലേ അവൻ പള്ളിയിൽ നിന്ന് ഓടിയെന്ന് പറഞ്ഞു, കൊച്ചുകുഞ്ഞല്ലേ.
എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? കുട്ടിക്ക് നിസ്കാരം ആയിട്ടില്ല, പ്രായമായിട്ടില്ല, ബാലിഗായിട്ടില്ല. ഉപ്പ പറയുന്ന വാക്ക് കേൾക്കുന്ന ഒരു തർബിയത്ത് എത്തുന്നത് വരെ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ട് പള്ളിയിൽ വരാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ നിസ്കാരം ബാത്തിലാക്കി കളയും ഈ കുട്ടികള്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞത് മസ്ജിദിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. ജന്നിബു മസാജിദകും സിബിയാനകും വമജാനീനകും. മജാനീൻ മന്ദബുദ്ധികള്, 50 പൈസ 70 പൈസ 80 പൈസ കുറഞ്ഞ സാധനങ്ങളൊക്കെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന ഉസ്താദ് നമ്മള് മലക്കളൊന്നും അല്ലല്ലോ നമ്മളറിയാതെ ചിരിച്ചു പോയാൽ ബാക്കി എല്ലാവരും നിസ്കാരം ബാത്തിലാവൂലേ? ആരെങ്കിലും ഈ കുട്ടികളെ എത്ര മന്ദബുദ്ധികളെ പള്ളിക്കകത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് അറിയോ നിങ്ങൾക്ക്? എത്ര മന്ദബുദ്ധികൾ കൊണ്ടുവരാൻ പാടില്ല. അവരൊക്കെ നിസ്കാരം ഇല്ലല്ലോ, അവർക്ക് നിർബന്ധമില്ലല്ലോ നിസ്കാരം. പിന്നെന്തിനാ അവരെ പള്ളിക്ക് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ പള്ളിയുടെ വെളിയിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തണം, അവിടെ ഇരിക്കാൻ പറയണം. ജന്നിബു മസാജിദകും മജാനീനകും. അങ്ങനെയുള്ള ബുദ്ധി കുറഞ്ഞവരെ മസ്ജിദിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. വബൈഅകും വശിറാ. കച്ചവടം പള്ളി വരെ പള്ളിക്കൂടം വരെ കച്ചവടം മസ്ജിദിനകത്ത് പാടില്ല. അത് ഒഴിവാക്കണം. ഒരു സാധനം കളഞ്ഞു പോയാൽ തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്നാണ്. وبيعكم وشراءكم ورفع أصواتكم. ഈ സഹോദരങ്ങൾ കേൾക്കേണ്ട ഒരു ഹദീസാണിത്. എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകമായി ഒന്ന് കേൾക്കണേ. ഹബീബായ തങ്ങളാണ് പറഞ്ഞത്. ലോകത്തിന്റെ നേതാവും ലോകത്തിന്റെ ഗുരുഭൂതരുമായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വറഫഅ അസ്വാതികും. മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണേ. നബിയുനാ റസൂലുള്ളാഹി. എത്ര മണി വരെ സമയം? പ്രസംഗത്തിന്റെ സമയം 11 മണി വരെ ഉള്ളു. അപ്പൊ കുറെ വിഷയമൊക്കെ കട്ട് ചെയ്തിട്ട് കേറ്റാം. തർത്തീബായിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കുറച്ചൊക്കെ കട്ട് ചെയ്ത് ഉസ്താദ് വരുമ്പോൾ ഞാൻ പോകും കേട്ടോ. എനിക്ക് രാവിലെ നാളെ മാർച്ചൊക്കെ ഉള്ളതാണ്. നമ്മൾ തിരുവനന്തപുരം പള്ളിയിലെ മെയിൻ ഇമാമായിട്ട് ഇവിടെ നിന്ന് 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് പോകാനുള്ളതല്ലേ. അപ്പൊ പെട്ടെന്ന് ഇവിടെ ശ്രദ്ധിച്ചോളി. മസ്ജിദിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. അത് ഒഴിവാക്കണം മസ്ജിദിൽ നിന്ന്. നടക്കുന്ന കാര്യമാണോ? പള്ളി കമ്മിറ്റിക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന മസ്ജിദിനകത്ത് വെച്ചിട്ടല്ലേ ഈ ബഹളം ഉണ്ടാക്കിയിട്ട്? എന്താ ബഹളം? വാൾപ്പയറ്റ് മസ്ജിദിനകത്ത് നടത്തരുത്. കത്തിക്കുത്ത്, വാള്, ഇതൊക്കെ പകരം വീട്ടുന്ന ഭാര്യ ചോദിക്കുന്ന പള്ളിക്കകത്താണ്, മസ്ജിദിനകത്താണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ മസ്ജിദിൽ അടിയുണ്ടാകും. നമ്മൾക്ക് നേതൃത്വം നൽകി നമസ്കരിപ്പിക്കാൻ ഒരു ഇമാമ് ഒരു മസ്ജിദിൽ വന്ന് നിൽക്കാൻ പേടിയാകുന്ന ഒരു കാലഘട്ടം വരും അത്രേ. അങ്ങനെ ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നബിയുനാ റസൂലുള്ളാഹി ലാ യുസല്ലി ബിഹിം ഇമാമൻ. ഒരു ഇമാമിനെ കിട്ടൂല പള്ളിയിൽ നിർത്താൻ. ഒരു ഇമാമിനെ കിട്ടൂല. കാരണം എന്താണ്? ജനങ്ങൾ തമ്മിലടിയാണ്, എപ്പോഴും അവിടെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കാൻ ഞാനില്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. അത് വന്നില്ലേ? ഇന്ന് നമ്മുടെ മസ്ജിദുകളൊക്കെ എന്താ സംഭവം? ശബ്ദമുയർത്തി സംസാരാണ്. മസ്ജിദിൽപ്പെട്ട കമ്മിറ്റിക്കാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറയണമെങ്കിൽ ആ പരാതി പറയാൻ മാന്യമായിട്ട് എഴുന്നേറ്റ് നിന്നൊന്ന് സംസാരിച്ചാൽ അതിനെ പിടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കും. അതുകൊണ്ട് പൊതുയോഗമാകട്ടെ, മസ്ജിദിന്റെ വിഷയങ്ങളാകട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും മസ്ജിദിൽ നമസ്കാരം കഴിഞ്ഞാൽ മദ്രസയിലേക്ക് അത് മാറ്റണം, അല്ലെങ്കിൽ വെളിയിലേക്ക് അത് മാറ്റണം. മസ്ജിദിനകത്ത് നിങ്ങൾ സംസാരിക്കരുത്. വെറുതെ അമൽ നഷ്ടപ്പെടും. നമുക്ക് ശാപം ഇറങ്ങും മസ്ജിദില്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുള്ള സ്ഥലമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ്, ആ മസ്ജിദിൽ കിടന്ന് വേള ഉണ്ടാക്കിയാൽ അത് ആരാണത് ഉണ്ടാക്കുന്നവൻ അവനാണത് അനുഭവിക്കുക. അവന്റെ കുടുംബമാണ് അനുഭവിക്കാൻ പോകുന്നത്. അള്ളാന്റെ വീടാണ്. മലക്കൾ ഇവനെ പഴിക്കും, ശപിക്കും. അല്ലാഹു മൽഇൻ, അവനെ നീ ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ, ശപിക്കണേ അല്ലാ എന്ന് പറഞ്ഞ് അവന് വേണ്ടി ശാപ പ്രാർത്ഥന നടത്തും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മസ്ജിദിനകത്ത് വേള ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മൾ അപ്പോഴേ ഇറങ്ങി വെളിയിൽ വന്നേക്കണം. അപ്പോഴേ ഇറങ്ങി വെളിയിലേക്ക് വരിക.
കമ്മിറ്റി ഉണ്ട്. എല്ലാവരും ജുമാ കഴിഞ്ഞോണ്ട് മദ്രസയിൽ ഒരുമിച്ച് കൊടുക്കുക. അവിടെ വന്നിട്ട് വേളം ഉണ്ടാക്കിയ മസ്ജിദിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? എത്രത്തോളം എന്ന് വെച്ചാൽ മസ്ജിദിനകത്ത് നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ തന്നെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താ? ഓടി നിങ്ങൾ മസ്ജിദിനകത്തേക്ക് പോയി നമസ്കരിക്കാൻ കൈകെട്ടരുതേ. ഇദാ അതൈതുമുസ്സലാത വഅലൈക്കും ബിസ്സകീന, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി പോയാൽ മാന്യമായി അദബോടെ മര്യാദയോടെ ഭവ്യതയോടെ പോകണേ. ഇദാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫാത്തിമു, നിങ്ങൾ നടന്നു പോകുമ്പോ നിങ്ങൾക്ക് കിട്ടിയ നമസ്കാരം ആ റക്അത്ത് നിങ്ങൾ അതിൽ പങ്കാളിയാകുക. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ റക്അത്ത് നിങ്ങൾ രണ്ടാമതായി പൂർത്തീകരിക്കുക. ഇമാം റുക്കൂഅ് നിൽക്കുന്ന സമയത്ത് ഒളുവെടുത്തിട്ട് വരുമ്പോ പടപടപടപടാന്ന് ഓടിപ്പോവുക. ഇമാം റുക്കൂലാണ്, ഇയാൾ ഓടാണ്, പടക്കന്ന് ഓടാൻ പാടില്ല. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കാൻ നിയത്ത് ചെയ്താൽ ഒളുവെടുക്കുന്നത് മുതൽ അവൻ നമസ്കാരത്തിലാണ്. അവന് പേടിക്കണ്ട, അവൻ അതിന്റെ കൂലി അവന് കിട്ടും. അവൻ ഓടാൻ പോകണ്ട, മസ്ജിദിൽ ഓടാൻ പാടില്ല, മസ്ജിദിൽ ഓടി ഇമാമിനെ അനുഗമിക്കാൻ പാടില്ല. ഹദീസാണ്. സമാധാനത്തോടുകൂടി നിങ്ങൾ മസ്ജിദിലേക്ക് പോകണേ. കാരണം അള്ളാഹുവിന്റെ ഭവനമാണ് മസ്ജിദ്, അത് പവിത്രതയുള്ളതാണ്. അതുകൊണ്ട് മാന്യമായി അതിലൂടെ നടക്കണേ. കടക്ക് പിടക്ക് ഓടാനോ ചാടാനോ പാടില്ല മസ്ജിദില്, അതും പാടില്ല. ആ മസ്ജിദും പരിസരവും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. വെള്ളിയാഴ്ച രാവിലും അതിന്റെ പകലിലും നിങ്ങൾ ബഖൂർ പുകയ്ക്കണേ, സാമ്പ്രാണി പുകയ്ക്കണേ. നബിയുനാ റസൂലുള്ളാഹി പള്ളിയിൽ ഓരോ പള്ളിയിൽ കയറി നാറ്റം അടിക്കും സംഭവം. ഈ മുസല്ലയിൽ ചവിട്ടി ഒതുവെടുത്തിട്ട് ചവിട്ടി ആ നാറ്റം. ഏത് പള്ളിയിലെ അബീവേ ഊത് പോയിക്കുന്നത്? പള്ളിയിൽ ഊത് പോയിക്കണ്ടേ? ഇല്ല, പെണ്ണിന്റെ കുറെ ചാമ്പ്രാണി തിരി കൊണ്ട് കത്തിച്ചു കൊണ്ട് വെക്കും, ചാണാത്തി മുഖ്യ സാധനം. അതുകൊണ്ട് ആ ഒരു സൈക്കിൾ തിരി ഉണ്ടോ, അവളിങ്ങനെ ഇരിക്കുന്നതാണ്, അവളെയും കണ്ടോണ്ടോ അല്ലാഹു അക്ബർ, അവിടെ മയ്യത്ത് നിസ്കാരവാ. എന്നിട്ട് കത്തിച്ചിട്ട് ആ തിരി അവിടെ കൊണ്ടുവയ്ക്കും, ആ പള്ളിയുടെ ജനലിന്റെ സൈഡിൽ കൊണ്ടുവയ്ക്കും. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോ അവളുടെ മോന്തയിലോട്ടാ നോക്കുക. ഇതാണ് ഇന്ന് കത്തിച്ചു വെക്കുന്നത്. നല്ല ഊത് വാങ്ങി കത്തിക്ക്. ഗൾഫ് നാട്ടിൽ അറബികൾ കണ്ടില്ല കത്തിക്കുന്നത്. നല്ല ഊത് വാങ്ങിച്ച് കത്തിക്ക്. അതിന്റെ ഉപകരണങ്ങളൊക്കെ കിട്ടുമല്ലോ, നിങ്ങൾ വാങ്ങിക്കൊട്. പള്ളികൾ നല്ല മണം വരട്ടെ, അത്ര വാങ്ങി വെക്ക്. നിസ്കരിക്കുന്നവർ അത് പെരട്ടെ. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണേ. വെള്ള വസ്ത്രം ധരിച്ച് നിങ്ങൾ നമസ്കരിക്കാൻ പോകണേ. യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങളുടെ ഓരോ നമസ്കാര വേളകളിലും നിങ്ങൾ ശുദ്ധിയുള്ള വെടിപ്പുള്ള വസ്ത്രം ധരിക്കണേ ആദമിന്റെ മക്കളെ. രാത്രി കിടന്ന് 3 പ്രാവശ്യം മൂത്രമൊഴിച്ച കൈലി കൊടുത്തോണ്ട സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നത് ആണമില്ലാത്ത മനുഷ്യൻ. ഈ കയ്യിൽ കൊടുത്തിട്ട് രാത്രി 2 പ്രാവശ്യം ബാത്റൂമിൽ പോയി എന്തായാലും ഒരു ഡ്രോപ്പ്, ഒരു തുള്ളിയൊക്കെ ആയി കാണുമല്ലോ. ഏത് കൊടുത്തിട്ട് പള്ളിക്ക് പോകാന്ന് പറഞ്ഞാൽ ഇവന് രാവിലെ അവന് മുണ്ട് മാറാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? മുണ്ട് മാറിയിട്ട് വെള്ള ഡ്രസ്സ് എടുത്തിട്ട് പള്ളിയിൽ അത്രയൊക്കെ പൂശിട്ട് ഇങ്ങനെ പോകണം. ഒന്നുവെടുത്ത് വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്തിട്ട് പോകണം. അവന്റെ പോകുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന്റെ സഹായമാണ്. ഓരോ ചുവടുവെപ്പിനും കൂലി കൂടുതലാണ്. ഇത് മസ്ജിദിലാവുമ്പോ സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ നിസ്കാരത്തിനുള്ള അറയിലേക്കാണ് ഇതിന്റെ മൊത്തം മസല. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളിപ്പോ വിചാരിക്കും ഞങ്ങൾക്കിപ്പോ പള്ളിയിൽ പോകണോ അതോ ഞങ്ങൾ വീട്ടിനകത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ സ്ഥലം. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ ബീവി പറയുകയാണ്, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫിദ്ദുവരി വ അൻ തുതയ്യബ വ തുനല്ലഫ. ആയിഷ ബീവി പറയുകയാണ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വീടുകളിൽ ഒരു പള്ളി നിർമ്മിക്കാൻ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. ആ പള്ളിയും പരിസരവും വൃത്തിയായി വെടിപ്പായി സൂക്ഷിക്കാനും ഹബീബായ തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് നിങ്ങൾ വലിയൊരു ഖുബ്ബയൊക്കെ ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കണമെന്നല്ല സഹോദരിമാരെ. നമസ്കരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നമസ്കാര മുറി ഉണ്ടാക്കണേ. അതാണ് പറഞ്ഞ നമസ്കാര മുറി. അത് വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം. നിസ്കാര മുറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പല വീടുകളിൽ. ഇപ്പൊ അതൊക്കെ ഗോഡൌൺ ആക്കി മാറ്റി. കാരണം എന്താ? നിസ്കരിക്കാൻ ആളില്ല.
ഗോഡൗൺ ആക്കി മാറ്റി. ഞാൻ പല വീടുകളിലും പോയിട്ടുണ്ടല്ലോ ഭക്ഷണം കഴിക്കാനൊക്കെ. ചെറിയൊരു റൂം ഇങ്ങനെ കർട്ടൻ ഇട്ടടിച്ചിരിക്കും. എന്താ അത് നിസ്കാര റൂമായിരുന്നു ഉസ്താദ്. ഇപ്പം അങ്ങനെ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊക്കെ നോക്കുമ്പോൾ പൊക്കി നോക്കുമ്പോൾ പഴയ ബർമൂട അടിയാധാരമൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. അവരെ പൊട്ടിയ വാറുള്ള ചെറുപ്പുകൾ, അത് പഴയ ഷൂസുകൾ, ഇവന്മാരുടെ വറുമൂടകളൊക്കെ അതിനകത്ത് ഇട്ടൊക്കെയാണ്. പഴയ പൊട്ടിപ്പോയ ഐസ് പോയ TV ഒക്കെ എല്ലാം എടുത്ത് അതിനകത്ത് ഇട്ടൊക്കെയാണ് സംഭവം. നിസ്കാരത്തിന് വേണ്ടി സഹോദരിമാർക്ക് അപ്പൊ അവർക്ക് എഴുത്തിക്കാഫിരിക്കാനും അവിടെ നിസ്കാരത്തിനെല്ലാം കൂടെ റൂമാവും. ആ റൂമിൽ എപ്പോഴും മലക്കളുടെ സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ വീട്ടിൽ പിന്നെ TVയും കോലാഹലങ്ങളും പാടില്ല. അവിടെ കളിയും ചെയ്യണം. മലക്കൾ തിരിഞ്ഞിരുന്ന് ശപിക്കും നിങ്ങളെ. അതുകൊണ്ടായിരിക്കാം ഈ നിസ്കാര മുറി അങ്ങ് മാറ്റിയത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്.